പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, ഉൽപ്പത്തി 28:12 തിരുവചനം പറയുന്നു, അവന് ഒരു ദർശനമുണ്ടായി. ഭൂമിയിൽ ഉറപ്പിച്ചിരിക്കുന്ന ഒരു ഗോവണി, അതിൻ്റെ അറ്റം ആകാശത്ത് മുട്ടിയിരിക്കുന്നു. യാക്കോബിൻ്റെ ദർശനത്തിലെ ഗോവണി കണക്കെ സ്വർഗപ്രാപ്തി സാധ്യമാക്കുന്ന മാർഗമാണ് നിരന്തരമായ പ്രാർത്ഥന. ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെ കൂടുതൽ അടിയുറച്ചതാക്കുന്നത് അല്ലെങ്കിൽ ഊർജം പകരുന്നതാണ് അനുദിന പ്രാർത്ഥന. മനുഷ്യ ജീവിതം ഒരു തീർത്ഥാടനമാണ്. സൃഷ്ടാവായ ദൈവം ഒരുക്കിയിരിക്കുന്ന നിത്യവസതിയിലേക്കുള്ള ഒരു പ്രയാണം. വിശുദ്ധ യോഹന്നാൻ 14:2-3 തിരുവചനങ്ങൾ, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിന് ഞാൻ വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടു പോകും. യേശുവിൻ്റെ ഈ വാഗ്ദാനം നമ്മുടെ അനുദിന ജീവിതത്തിൽ ശക്തി പകരുന്നതാണ്. ഫിലിപ്പി 3:14 വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നു, യേശു ക്രിസ്തുവിലൂടെ ഉന്നതത്തിലേക്കുള്ള ദൈവത്തിൻ്റെ വിളിയാകുന്ന സമ്മാനത്തിനു വേണ്ടി ഞാൻ ലക്ഷ്യത്തിലേക്ക് പ്രയാണം ചെയ്യുന്നു. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. സ്വർഗത്തെ ലക്ഷ്യമാക്കിയിട്ടുള്ള നമ്മുടെ ഈ ലോക ജീവിതയാത്രയിൽ നാം ജാഗരൂകരായിരിക്കണം. കാരണം നമ്മുടെ യാത്രയുടെ ഗതി മാറ്റാനും ദൈവത്തിൻ്റെ പദ്ധതിയെ തകിടം മറിക്കുവാനും പരിശ്രമിക്കുന്ന നമ്മുടെ ശത്രുവായ പിശാച് ഒരുക്കുന്ന കെണികളെ നാം ധീരതയോടെ കീഴ്പ്പെടുത്തേണ്ടിയിരിക്കുന്നു. യോഹന്നാൻ 10:10 തിരുവചനം പറയുന്നു, മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കുവാനുമാണ് കള്ളൻ വരുന്നത്. 1 പത്രോസ് 5:7-9 വരെയുള്ള തിരുവചനങ്ങളിൽ പറയുന്നത്, നിങ്ങൾ സമചിത്തതയോടെ ഉണർന്നിരിക്കുവിൻ. നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണം എന്നന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടക്കുന്നു. എഫേസോസ് 6:11-12 തിരുവചനങ്ങൾ, സാത്താൻ്റെ കുടില തന്ത്രങ്ങളെ എതിർത്ത് നിൽക്കാൻ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ. എന്തെന്നാൽ നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല, പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിൻ്റെ അധിപന്മാർക്കും സ്വർഗീയ ഇടങ്ങളിൽ വർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കും എതിരായിട്ടാണ് പടവെട്ടുന്നത്. ഈ ആത്മീയ സമരത്തിൽ പ്രാർത്ഥനയും സത്യവും നീതിയും വിശ്വാസവും സമാധാനവും നമുക്കുണ്ടായിരിക്കണം. ഈ പോരാട്ടത്തിൽ ശത്രുവിനെ കീഴടക്കാനും വിജയം വരിക്കുവാനും ദൈവവചനമാകുന്ന ആത്മാവിൻ്റെ വാളാണ് നാം എടുക്കേണ്ടത്. ആത്മാവിൻ്റെ വാൾ ദൈവവചനമാണ്. ആ ദൈവവചനത്തിനാണ് നമ്മുടെ ആത്മാക്കളെ രക്ഷിക്കുവാനും കഴിയുന്നത്. ആകയാൽ എല്ലാ അശുദ്ധിയും വർദ്ധിച്ചു വരുന്ന തിന്മയും ഉപേക്ഷിച്ച് നിങ്ങളിൽ പാകിയിരിക്കുന്നതും നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കാൻ കഴിവുള്ളതുമായ ജീവൻ്റെ വചനത്തെ വിനയപൂർവ്വം സ്വീകരിക്കും എന്നാണ് വിശുദ്ധ യാക്കോബ് ശ്ലീഹ പറയുന്നത്. നാം വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരാകാതെ അത് അനുവർത്തിക്കുന്നവരും ആയിരിക്കുവിൻ എന്നാണ്. നമ്മെ നശിപ്പിക്കുവാനും നമ്മെ കൊള്ള ചെയ്യുവാനും നമ്മുടെ ആത്മാക്കളെ മോഷ്ടിക്കുവാനുമായിട്ട് വരുന്ന സാത്താനുമായുള്ള യുദ്ധത്തിൽ വിജയം വരിക്കുന്നവനാണ് ബലവാൻ. ബലവാന്മാർ സ്വർഗരാജ്യം പിടിച്ചടക്കും. 1 കൊറിന്തോസ് 2:9 ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി സജ്ജീകരിച്ചിരിക്കുന്ന കാര്യങ്ങൾ കണ്ണുകൾ കാണുകയോ ചെവികൾ കേൾക്കുകയോ മനുഷ്യ മനസ്സ് ഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ല. നാം പ്രാർത്ഥനയിലൂടെ ശക്തിപ്പെടുകയാണ് വേണ്ടത്. ദൈവത്തിങ്കിലേക്ക് ഹൃദയം തിരിക്കലാണ് പ്രാർത്ഥന. വിശ്വാസത്തിലേക്ക് നയിക്കുന്ന
മഹത്തായ കവാടമാണ് പ്രാർത്ഥന. ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന വ്യക്തി ഇനിമേൽ തൻ്റേതായി ജീവിക്കുന്നില്ല, ക്രിസ്തുവിൽ ഒരു പുതിയ സൃഷ്ടിയായി മാറുകയാണ്. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.